ഹലോ സ്റ്റുഡൻസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ആൻഡ് ഡബിൾ കോഡ്സിനെ കുറിച്ചിട്ടും അത് തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ്, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും, അതേപോലെ തന്നെ റീഡ് കമാൻഡ്, എക്കോ കമാൻഡ്, ടെസ്റ്റ് കമാൻഡ്, ഇങ്ങനെ 3 കമാൻഡ്സിനെ കുറിച്ചിട്ടും കൂടിയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്കോ കമാൻഡിനെ എന്താണെന്നും ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷെ അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് സിംഗിൾ ആൻഡ് ഡബിൾ കോഡ്സ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കാം. സോ സിംഗിൾ ആൻഡ് ഡബിൾ കോഡ്സ് ഇൻ ഷെൽ സ്ക്രിപ്റ്റ്. സിംഗിൾ കോഡ്സ് ആൻഡ് ഡബിൾ കോഡ്സ് ആർ ബോത്ത് functional in Linux. While working with shell script or executing commands directly in the terminal, but there is a difference between the way the bash shell interprets them. എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ഷെൽ സ്ക്രിപ്റ്റിൽ സിംഗിൾ കോഡ്സോ അല്ലെങ്കിൽ ഡബിൾ കോഡ്സോ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു മീനിങ് എന്തിലുണ്ട്, ലിനക്സ് ഷെൽ സ്ക്രിപ്റ്റിലുണ്ട്. ഇത് നമ്മൾ ഒന്നെങ്കിൽ എന്താ നമ്മൾ ടെർമിനലിൽ ഡയറക്റ്റായിട്ട് നമ്മൾ സിംഗിൾ കോട്ടും ഡബിൾ കോട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ സാധാ പോലെ പ്രോഗ്രാം എഴുതിയതിന് ശേഷം .sh സേവ് ചെയ്തതിന് ശേഷം റൺ ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംഗിൾ കോഡ്സും ഡബിൾ കോഡ്സും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. എന്തിൽ ഇത് ബാഷ് ഷെൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൽ രണ്ടും ഡിഫറൻസ് ഉണ്ട്. സോ അത് എന്താണ് സിംഗിൾ കോഡ്സ്, എന്താണ് ഡബിൾ കോഡ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സിംഗിൾ കോഡ്സ്. എൻക്ലോസിങ് ക്യാരക്ടേഴ്സ് ഇൻ സിംഗിൾ കോഡ്സ് മാർക്സ് ഹോൾഡ് ഓൺ ടു ദ ലിറ്ററൽ വാല്യൂ ഓഫ് ഈച്ച് ക്യാരക്ടർ വിത്തിൻ ദ കോഡ്സ്. എന്താ പറയുന്നത്, സിംഗിൾ കോഡ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും എന്ത് ചെയ്യുന്നു, ക്യാരക്ടേഴ്സ്, എൻക്ലോസിങ് ക്യാരക്ടേഴ്സ് ഇൻ സിംഗിൾ കോഡ്സിൽ നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ലിറ്ററൽ വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓരോ ക്യാരക്ടേഴ്സും കോഡ്സിലുള്ള ഓരോ ക്യാരക്ടേഴ്സും എന്താണ്, ലിറ്ററൽ വാല്യൂസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ലിറ്ററൽ മീൻസ് എന്താണ്, നമ്മളുടെ കോൺസ്റ്റൻറ്റ് എന്നുള്ള മീനിങ് ആണ്. ഇൻ സിംപ്ലർ വേർഡ്, the shell will interpret the enclosing text with the single quotes literally and will not interpolate anything including variables, backticks, certain എന്താണ് escapes. സോ ഇതെന്താ പറയുന്നത്, സിംഗിൾ കോഡ്സിനുള്ള മെയിനായിട്ട് നമ്മൾ ലിറ്ററലി ഉള്ള കാര്യങ്ങളാണ് കൊടുക്കാറ്. ഇത് എന്ത് ചെയ്യുന്നില്ല, നോട്ട് ഇൻ്റർപൊല്യൂട്ട് ചെയ്യില്ല. എന്തൊക്കെ വേരിയബിൾസിനെ, അതേപോലെ തന്നെ ബാക്ടിക്കിൾസിനെ, സെർട്ടൈൻ നമ്മുടെ സ്ലാഷിൽ എസ്കേപ്പ് ക്യാരക്ടേഴ്സിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അത് ഇൻ്റർപ്രൊഡ്യൂട്ട് ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. നോ ക്യാരക്ടർ ഇൻ ദ സിംഗിൾ കോഡ്സ് ഹാസ് സ്പെഷ്യൽ മീനിങ്. സോ സിംഗിൾ കോഡ്സിലുള്ള എന്താണ് ക്യാരക്ടേഴ്സിന് എന്തില്ല, സ്പെഷ്യൽ മീനിങ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഡബിൾ കോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ കോഡ്സ് ആർ സിമിലർ ടു സിംഗിൾ കോഡ്സ് എക്സെപ്റ്റ് that it will allow the shell to interpret $sign, backtickle, backslash and exclamatory mark. നേരത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ദാറ്റ് മീൻസ് നേരത്തെ എന്ത് ചെയ്യുന്നു, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. വേരിയബിൾസ് വന്നാലും അത് എടുക്കില്ല. അതുപോലെ തന്നെ ബാക്ടിക്കിൾ വന്നാൽ എടുക്കില്ല. സെർട്ടൈൻ നമ്മുടെ ബാക്ക്സ്ലാഷ് എസ്കേപ്പ് ക്യാരക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് എടുക്കില്ല. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുത്താൽ അത് മൊത്തത്തിലൊരു കോൺസ്റ്റൻ്റ് ആയിട്ടില്ല, ലിറ്റർ ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷേ ഡബിൾ കോഡ്സിൻ്റെ കേസിൽ എന്ത് ചെയ്യും, ഇതിനൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യും. $sign ഇൻ്റർപ്രറ്റ് ചെയ്യും, ബാക്ടിക്കിളിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. ബാക്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടോ ഈ ഒരു രീതിയിൽ വരുന്ന ടിക്കുകൾ ഉണ്ടാവും, അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് സ്ലാഷിനൊക്കെ അതെന്ത് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യും, എക്സ്ക്ലമേറ്ററി മാർക്കിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. സോ അങ്ങനത്തെ അതൊക്കെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി, ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ മതി. ദ ക്യാരക്ടർ ഹാവ് സ്പെഷ്യൽ മീനിങ് വെൻ യൂസ്ഡ് വിത്ത് ഡബിൾ കോഡ്സ് ആൻഡ് എന്താണ്, ഡബിൾ കോഡ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ സ്പെഷ്യൽ മീനിങ് ഉണ്ടാകും, മറ്റുള്ള സ്പെഷ്യൽ മീനിങ് ഇല്ലായിരുന്നു അല്ലേ. ആൻഡ് ബിഫോർ ഡിസ്പ്ലേ ദേ ആർ എവാലുവേറ്റഡ്. ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, അതിനെ എവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കാം. സിംഗിൾ കോഡാകുന്ന സമയത്ത് അവിടെ നിന്ന് എവാലുവേഷൻ ഒന്നും നടക്കുന്നില്ല, അതിന് എന്താണുള്ളത് അത് അതുപോലെ എന്ത് ചെയ്യും, കോൺസ്റ്റൻ്റ് ആയിട്ട് ലിറ്ററലായിട്ട് പ്രിൻറ്റ് ചെയ്യിക്കാൻ ചെയ്യാം. പക്ഷേ നമ്മളുടെ ഇപ്പോൾ ഡബിൾ കോഡ്സിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വേരിയബിൾസോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും, എവാലുവേറ്റ് ചെയ്യും. എന്തെങ്കിലും കാൽക്കുലേഷൻ നടക്കാനുണ്ടെങ്കിൽ അതൊക്കെ എവാലുവേറ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുക. ഡബിൾ കോഡ്സ് മേ ബി യൂസ്ഡ് വിത്തിൻ ഡബിൾ കോഡ്സ് ബൈ പ്രിസീഡിങ് ഇറ്റ് വിത്ത് എ ബാക്ക്സ്ലാഷ്. അതുപോലെ തന്നെ ഒരു ഡബിൾ കോഡ്സിൻ്റെ ഉള്ള മറ്റൊരു ഡബിൾ കാസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്താണ്,
എങ്ങനെ പ്രൊസീഡിങ് വിത്ത് ബാക്ക് സ്ലാഷ് ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, സോ ഇവിടെ രണ്ടിനുമുള്ള എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഡബിൾ കോഡ്സിനും സിംഗിൾ കോഡ്സിനുള്ള എക്സാമ്പിൾസ്. ഇവിടെ എക്സാമ്പിൾ നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ഈക്വൽ ടു 10 നമ്മൾ വേരിയബിൾ ഡിസ്കസ് ചെയ്തു അല്ലേ. വേരിയബിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഉണ്ടാക്കി അതിലോട്ട് 10 എന്നുള്ള വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു. ഇത് ഞാൻ എക്കോ ഡബിൾ കോഡ്സിൽ $ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക, ടെസ്റ്റിലുള്ള വാല്യൂ ആണ് റിട്ടേൺ ചെയ്ത് കിട്ടുക ഡബിൾ കോഡ്സിലാകുന്ന സമയത്ത്. എക്കോ സിംഗിൾ കോഡ്സിൽ ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക, ടെസ്റ്റ് എന്ന് അതുപോലെ പ്രിൻ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നോക്കൂ, ടെസ്റ്റ് ഈക്വൽ ടു 10 ഞാൻ കൊടുത്തു. ദെൻ എക്കോ ടെസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ 10 കിട്ടും. ഈ 10 കിട്ടും, ടെസ്റ്റിൽ എന്താണോ വാല്യൂ ഉള്ളത് കിട്ടും. എക്കോ എന്ത് ചെയ്യുന്നു, $ടെസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നു, എക്കോ സിംഗിൾ കോഡ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ടെസ്റ്റ് എന്നുള്ളത് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ രീതിയിലാണ് $ടെസ്റ്റ് എന്നുള്ളത് അതുപോലെ പ്രിൻ്റ് ചെയ്യും. എന്താണോ സിംഗിൾ കോഡ്സ് ഉള്ളത് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം, ഒരു ഡിഫറൻസ്. മറ്റൊരു എക്സാമ്പിളാണ് പ്രിൻ്റ് ഓഫ് ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ K 2 ബാക്ക് സ്ലാഷ് ഒരു ബാക്ക് സ്ലാഷ് ദെൻ ഒരു സ്ലാഷ് N K എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ അതേപോലെ തന്നെ സിംഗിൾ കോഡ്സിലും സെയിം സംഭവം കൊടുത്തു, ഒരു K ഒരു ബാക്ക് സ്ലാഷ് പിന്നെ സ്ലാഷ് N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ലൈനിലോട്ടൊക്കെ ചാടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ദെൻ K എന്നുള്ള രീതിയിലൊക്കെ കൊടുത്തു. സോ ഇതെന്താണ് പ്രിൻ്റ് ചെയ്യിക്കുന്നത് നോക്കൂ, നമ്മൾ ആദ്യം പ്രിൻ്റ് ഓഫ് നമ്മുടെ എക്കോ അതേ സംഭവം തന്നെയാണ് കേട്ടോ, എക്കോ പോലുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. സോ അതിൽ ഞാൻ ഒരു സ്ലാഷ് ദെൻ സ്ലാഷ് K എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താവുന്നത്, അത് അതുപോലെ സിംഗിൾ കോഡ്സിലാണെന്നുണ്ടെങ്കിൽ അത് അതുപോലെ പ്രിൻ്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്ലാഷിന് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് അതുപോലെ പ്രിൻ്റ് ചെയ്യിക്കും. ബട്ട് നമ്മൾ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പ്രിൻ്റ് ചെയ്യിക്കുക, K പ്രിൻ്റ് ചെയ്യും. K പ്രിൻ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സ്ലാഷ് N അടുത്ത ഒരു ലൈനിലോട്ട് എന്താവും വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ലൈനിലോട്ട് വന്നിട്ട് K വീണ്ടും പ്രിൻ്റ് ചെയ്യും. ആ രീതിയിലാണ് എന്താ വരിക, ഈ ഒരു ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പം ഇവിടെ സ്ലാഷ് N എന്ത് ചെയ്യും, നമ്മൾ ഇത് പറഞ്ഞു എവാലുവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ഈ സ്ലാഷ് N ഇവിടെ എന്ത് ചെയ്യും, ഡബിൾ കോഡ്സ് കൊടുത്താൽ അത് വർക്ക് ചെയ്യും. സ്ലാഷ് N നമ്മൾ സിംഗിൾ കോഡ്സ് കൊടുത്താൽ അത് വർക്ക് ചെയ്യില്ല, അതും കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ പോകും. ഓക്കെ, അതാണ് ഡിഫറൻസ്. ദെൻ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ, A = 10 എക്കോ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സിൽ $A കൊടുത്തു. അതേപോലെ തന്നെ എക്കോ സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഡബിൾ കോഡ്സിൽ $A കൊടുത്തു. രണ്ടും നമ്മൾ ഡിഫറൻസ് നോക്കൂ. ആദ്യം A = 10 കൊടുക്കൂ, ഞാൻ ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ സിംഗിൾ കോഡ്സ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിലുള്ള എന്തും എന്ത് ചെയ്യും, എവാലുവേറ്റ് ചെയ്യുന്ന പറഞ്ഞത്. സോ $A വാല്യൂ എത്ര 10 ആണ്, 10 എടുക്കും. ദെൻ സിംഗിൾ കോഡ് അതിൻ്റെ അപ്പുറത്തും പുറത്തും ഇട്ട് കൊടുക്കും. ആ രീതിയിലാണ് റിസൾട്ട് കിട്ടുക. പക്ഷേ സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഡബിൾ കോഡ്സ് ആകുന്ന സമയത്ത് എന്താ വരിക, $A അതുപോലെ പ്രിൻ്റ് ചെയ്യുക. കാരണം സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിൽ എന്ത് വന്നാലും അത് കോൺസ്റ്റൻ്റ് ആണ്. സോ ഡബിൾ കോഡ്സിലുള്ള $A അതുപോലെ പ്രിൻ്റ് ചെയ്യും. അതാണ് ഡിഫറൻസ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് റീഡ് എന്നുള്ള കമാൻഡിനെ കുറിച്ച് നോക്കാം. റീഡ് എന്നുള്ള കമാൻഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റീഡ് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടു ഗെറ്റ് ഇൻപുട്ട് ഫ്രം ദ കീബോർഡിൽ നിന്നും ഇൻപുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് കമൻറ്റാണ് റീഡ്. നമ്മൾ സ്കാനഫ് ഒക്കെ ഉപയോഗിക്കാറില്ലേ, അതേപോലുള്ള ഒരു കമൻറ്റാണ് റീഡ്. വി യൂസ് ദ റീഡ് കമാൻഡ്. ദ റീഡ് കമാൻഡ് ടേക്സ് ഇൻപുട്ട് ഫ്രം ദ കീബോർഡ് ആൻഡ് അസൈൻസ് ഇറ്റ് ടു ദ വേരിയബിൾ. എന്ത് ചെയ്യും, റീഡ് കമാൻഡ് എന്ത് ചെയ്യുന്നു, കീബോർഡിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് നമ്മൾ കീബോർഡിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യും, വേരിയബിളിലോട്ട് അസൈൻ ചെയ്യും. ഇവിടെ എക്സാമ്പിൾ നോക്കൂ, ഇത് നമ്മൾ സാധാരണ രീതിയിൽ കൊടുക്കുന്ന പോലെ എന്താണ് !bin/bash കൊടുത്തു. ദെൻ എക്കോ സ്പേസ് ഇട്ടിട്ട് -n എൻ്റർ സം ടെക്സ്റ്റ് എന്ന് കൊടുത്തു. ദെൻ റീഡ് ടെക്സ്റ്റ്. അപ്പം എന്ത് ചെയ്യുന്നു, ഈ എൻ്റർ സം ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ടെർമിനലിൽ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ഒന്ന് എൻ്റർ ചെയ്യുമല്ലോ, ആ എൻ്റർ ചെയ്യുന്നതിന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡ് സ്പേസ് ടെക്സ്റ്റ് കൊടുത്തത്. റീഡ് സ്പേസ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ എൻ്റർ ചെയ്തിട്ടുള്ളത് അതെന്ത് ചെയ്യും, ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലോട്ട് എന്താവും അസൈൻ ചെയ്യും. അതവിടെ പറഞ്ഞത് ഇൻപുട്ട് കീബോർഡിൽ നിന്ന് എടുത്തിട്ട് അതെന്ത് ചെയ്യും, മറ്റൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യും എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇത് നമ്മൾ എന്താണോ എൻ്റർ ചെയ്തിട്ടുള്ളത് അതൊന്നുകൂടി കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, എക്കോ യു എൻ്റേർഡ് എന്ന് പറഞ്ഞിട്ട് $ടെക്സ്റ്റ് കൊടുത്താൽ മതി ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ. സോ അത് ഡിസ്പ്ലേ ആവും. Okay, note that -n given the echo command causes it to keep the cursor on the same line. എന്തിനാണ് നമ്മളിവിടെ എക്കോൻ്റെ കൂടെ ഒരു -n ഉപയോഗിച്ചിട്ടുണ്ട്, അത് എന്തിനാണെന്ന് അറിയോ, -n എക്കോയുടെ കൂടെ ഉപയോഗിക്കുന്നത് കേഴ്സർ അടുത്ത ലൈനിലോട്ട് ചാടാതെ അതേ ലൈനിൽ തന്നെ എൻ്റർ സം ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ കേഴ്സർ അവിടെ അങ്ങനെ നിൽക്കണം, അവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിച്ചാൽ മതി, -n ഉപയോഗിച്ചാൽ മതി. ഇറ്റ് ഡസ് നോട്ട് ഔട്ട്പുട്ട്
ലൈൻ ഫീഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോംപ്റ്റ്, ലൈൻ ഫീഡിങ് ഇല്ലാതിരിക്കാൻ വേണ്ടി അല്ലേ, ആ രീതിയിൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ മൈനസിന് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സോ അത് എക്കോൻ്റെ ഒരു എക്സ്ട്രാ ഒരു എക്സ്റ്റൻഷനാണ്, ഒരു ഓപ്ഷനാണ്. ഓക്കെ, മൈനസിന്. ദെൻ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റീഡ് കമാൻഡിനെ കുറിച്ചിട്ടാണ്. റീഡ് എന്ത് ചെയ്യുക, എന്ത് വേരിയബിളിലോട്ടാണോ അത് റീഡ് എടുത്ത് വെക്കേണ്ടത്, അസൈൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ ഈ കാര്യം മനസ്സിലാക്കി വെക്കാം. ദെൻ റീഡ് കമാൻഡ് ഹാസ് സെവറൽ കമാൻഡ് ലൈൻ ഓപ്ഷൻസ്. റീഡ് കമാൻഡ്സിന് കുറേ കമാൻഡ് ലൈൻ ഓപ്ഷൻസ് ഉണ്ട്. ദ 3 മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് വൺസ് ആർ -p, -t ആൻഡ് -s. -p, -t, -s ഒക്കെയാണ് നമ്മൾ സാധാരണ റീഡിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഓപ്ഷൻസ്, കമാൻഡ് ലൈൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നമുക്ക് -p എന്താണെന്നുള്ളത് നോക്കാം. -p ഓപ്ഷൻ allow us to specify a prompt to precede the user's input. This saves the extra step of using an echo to prompt the user. Here is earlier example rewritten to use the -p option. അഥവാ ഒന്നുമില്ല, നമ്മൾ നേരത്തെ എക്സാമ്പിൾ നോക്കി നോക്കൂ. ഈ ഒരു എക്സാമ്പിളിലെ ആദ്യം ഒരു എക്കോ കൊടുത്തിട്ടാണ് എൻ്റെ സം ടെക്സ്റ്റ് കൊടുത്തിട്ടാണ് നമ്മൾ അടുത്ത ലൈനിൽ റീഡ് എന്നുള്ള കമൻറ്റ് കൊടുത്തിട്ടാണ് ചെയ്തത്. ഈ രണ്ട് സംഭവം ഈ രണ്ട് ലൈനിൽ കൊടുത്തിട്ടുള്ളത് ഒറ്റൊരു ലൈനിൽ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ -p ഉപയോഗിച്ചാൽ മതി. ദാറ്റ് മീൻസ് റീഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് കൊടുക്കാം, എൻ്റെ സം ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എൻട്രി ചെയ്യാൻ പറയുന്നത് നമുക്ക് റീഡ് കമാൻഡിൻ്റെ കൂടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, -p ഉപയോഗിച്ചാൽ മതി. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, പകരം റീഡിൻ്റെ കൂടെ തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ റീഡ് -p ഡബിൾ കോഡ്സിൽ എന്ത് കൊടുക്കുക, എൻ്റെ സം ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. ദെൻ ഈ ഒരു റീഡയറക്ഷൻ കൊടുക്കുക, ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക, ദെൻ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് കൊടുക്കുക. ദാറ്റ് മീൻസ് എന്താണ്, ഇവിടെ എന്താണോ ഡബിൾ കോഡ്സ് കൊടുത്തത് അതുപോലെ ഡിസ്പ്ലേ ചെയ്യും. ദെൻ അതോടൊപ്പം തന്നെ റീഡ് ടെക്സ്റ്റാണ്, അഥവാ ഒരു അയാൾ എൻ്റർ ചെയ്യുന്നത് റീഡ് ചെയ്തിട്ട് ടെക്സ്റ്റിലോട്ട് അസൈൻ ചെയ്യുകയും ചെയ്യും ഈ ഒരു ലൈൻ. സോ അതിന് വേണ്ടിയിട്ടാണ് -p കൊടുത്തത്. ഇത് നമ്മൾ എക്കോ യൂസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു, പ്രിൻറ്റ് ചെയ്യിക്കുന്നു, എന്താണോ നമ്മൾ എൻ്റർ ചെയ്ത് അതിനെ പ്രിൻറ്റ് ചെയ്യിക്കുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് -t ഓപ്ഷൻ ഫോളോ ബൈ എ നമ്പർ ഓഫ് സെക്കൻഡ്സ് പ്രൊവൈഡഡ് ആസ് ഓട്ടോമാറ്റിക് ടൈം ഔട്ട് ഓഫ് ദ റീഡ് കമാൻഡ്. റീഡ് കമാൻഡിന് ഇപ്പം ടൈം ഔട്ട് കൊടുക്കണം, ഇത്ര ഒരു 3 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ റീഡ് കമാൻഡ് വർക്ക് ചെയ്യരുത് എന്നുള്ള രീതിയിൽ ആക്കി ടൈം ഔട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് -t. സോ റീഡ് സിൻടാക്സ് അങ്ങനെയാണ്, റീഡ് -t 3 റെസ്പോൺസ്. സോ എന്ത് ചെയ്യും, 3 ഇവിടെ ഉണ്ടോ, 3 എന്ത് ചെയ്യുന്നു, 3 എന്താണ് സെക്കൻഡ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്തിന്, ഈ ഒരു റീഡ് കമാൻഡിന്. ദെൻ ആ റീഡ് കമാൻഡിലൂടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന എങ്ങോട്ട് പോകും, റെസ്പോൺസ് എന്നുള്ള വേരിയബിളിലോട്ട് നമ്മൾ എടുത്ത് വെക്കുകയും ചെയ്യും. സോ ഇതാണ് റീഡ് കമാൻഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതിനടുത്ത് ടെക്സ്റ്റ് കമാൻഡാണ്. ടെക്സ്റ്റ് കമാൻഡ് നമ്മൾ ഓൺ ലിനക്സ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ദ ടെക്സ്റ്റ് കമാൻഡ് ചെക്സ് ഫയൽ ടൈപ്സ് ആൻഡ് കമ്പയർ വാല്യൂസ്. മെയിനായിട്ടും ടെക്സ്റ്റ് കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഫയൽ ടൈപ്സിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ടെസ്റ്റ് എന്നുള്ളത് ഫയൽ ടൈപ്സിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്, കമ്പയേഴ്സ് വാല്യൂസ്. വാല്യൂസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, ടെസ്റ്റ് കമാൻഡാണ്. ടെസ്റ്റ് ഈസ് യൂസ്ഡ് ആസ് പാർട്ട് ഓഫ് കണ്ടീഷണൽ എക്സിക്യൂഷൻ ഓഫ് ഷെൽ കമാൻഡ്സ്. കണ്ടീഷണൽ എക്സിക്യൂഷൻ്റെ കേസിലാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടീഷണൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അല്ലേ, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് കമാൻഡ് ഉപയോഗിക്കുന്നത്. സോ ടെസ്റ്റ് എക്സിസ്റ്റ് വിത്ത് ദ സ്റ്റാറ്റസ് ഡിറ്റർമൈൻഡ് ബൈ എക്സ്പ്രഷൻ. പ്ലേസിംഗ് ദ എക്സ്പ്രഷൻ ബിറ്റ്വീൻ സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇൻ ദ സെയിം ആസ് ടെസ്റ്റിംഗ് ദ എക്സ്പ്രഷൻ വിത്ത് ദ ടെസ്റ്റ്. എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിറ്റർമിനിസ്റ്റ് അതിൻ്റെ അത് യൂസ് ചെയ്തിട്ടാണ്, എക്സ്പ്രഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലേ, നമുക്ക് പർട്ടിക്കുലർ എക്സ്പ്രഷൻ. സോ അതാണ് ഇവിടെ ക്യാപിറ്റൽ എക്സ്പ്രഷൻ എന്ന് കൊടുക്കാനുള്ള കാരണം. എന്ത് ചെയ്യുന്നു, ടു സീ ദ എക്സിറ്റ് സ്റ്റാറ്റസ് at the command prompt, echo the value $? A value of 0 means the expression evaluated as 0 and a value of 1 means the expression evaluated as false. അഥവാ നമ്മളിപ്പോൾ ഒരു എക്സ്പ്രഷൻ എവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, അഥവാ ടെസ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ അതിനെ എവാലുവേറ്റ് ചെയ്തു അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് 0 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, എക്സ്പ്രഷൻ എവാലുവേറ്റഡ് ആസ് ട്രൂ ആണ് എന്നുള്ളതാണ്. ഇനി വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ എന്താണ്, ഫാൾസ് ആണ് എന്നുള്ള രീതിയിലാണ് വരിക. സിൻടാക്സ് നോക്കൂ, 2 രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഒന്ന് ടെസ്റ്റ് സ്പേസ് എക്സ്പ്രഷൻ എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, 2 ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട്, സ്ക്വയർ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇൻ ബിറ്റ്വീൻ എക്സ്പ്രഷൻ കൊടുത്തു കഴിഞ്ഞാലും അതും എന്താണ്, കമ്പാരിസൺ അല്ലെങ്കിൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള
സിൻടാക്സ് തന്നെയാണ്. സോ ഈ രണ്ട് സിൻടാക്സുകൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഇവിടെ കുറേ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്രഷൻസ് പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ആ രീതികളൊക്കെ കുറേ ഉണ്ട്, അതിൽ കുറച്ച് ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നോക്കൂ, ഓരോന്നും എക്സ്പ്രഷൻസ് നമ്മളുടെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യുന്നു, അത് ഇപ്പം എക്സ്പ്രഷൻ ഈസ് ട്രൂ എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരിക. ദെൻ നോട്ട് എക്സ്പ്രഷൻ ആണെങ്കിലോ എക്സ്പ്രഷൻ ഈസ് ഫാൾസ് എന്നുള്ള മീനിങ് ആണ്. അതേപോലെ തന്നെ എക്സ്പ്രഷൻ 1 -a എക്സ്പ്രഷൻ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ് ഇതാക്കുന്നത്, ചെക്ക് ചെയ്യുന്ന എന്താണ്, കമ്പയർ ചെയ്യുന്ന എന്താണ്, ബോത്ത് എക്സ്പ്രഷൻ 1 ആൻഡ് എക്സ്പ്രഷൻ 2 ആർ ട്രൂ എന്നുള്ള മീനിങ്ങിലായിരിക്കും വരിക. അതേപോലെ തന്നെ എക്സ്പ്രഷൻ 1 -o എക്സ്പ്രഷൻ 2 ആണെങ്കിലോ രണ്ടും എന്താണ്, ഓർ ആണ്. എയ്തർ എക്സ്പ്രഷൻ 1 ഓർ എക്സ്പ്രഷൻ 2 ഈസ് ട്രൂ എന്നുള്ള രീതിയിൽ. മൈനസ് ഇൻ സ്ട്രിങ് ആണെങ്കിലോ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് നോൺ സീറോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്ട്രിങ് എന്ന് കൊടുത്താൽ ഈക്വലൻ്റ് ടു മൈനസ് എൻ സ്ട്രിങ്ങിന് ഈക്വലൻ്റ് ആണ്, ദാറ്റ് മീൻസ് നോൺ സീറോ എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ സ്ട്രിങ് 1 ഈക്വൽ ടു സ്ട്രിങ് 2 ആണെങ്കിലോ രണ്ട് സ്ട്രിങ് ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. -z സ്ട്രിങ് എന്താ, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ഈസ് 0 എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്ട്രിങ്ങിൻ്റെ ഇടയിൽ നോട്ട് ഈക്വൽ ടു കൊടുത്താൽ നോട്ട് ഈക്വൽ ആണ് രണ്ടും എന്നുള്ളത് രീതിയിൽ കാണിക്കാം. അതേപോലെ തന്നെ -eq ഒക്കെ ഉണ്ട്, -ge ഒക്കെ ഉണ്ട്. ഒരു ഇൻഡിവിജ്വൽ വാല്യൂ -eq സെക്കൻഡ് ഇൻഡിവിജ്വൽ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻഡിവിജ്വൽ വാല്യൂ 1ഉം ഇൻഡിവിജ്വൽ വാല്യൂ 2ഉം ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി -eq ആണ് ഉപയോഗിക്കുക. അതേപോലെ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക -ge ആണ് ഒരു ഇൻഡിവിജ്വൽ വാല്യൂ. ഇപ്പോൾ 2 -ge 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2 3-നെക്കാട്ടിലും വലുതാണോ എന്നായിരിക്കും അവിടെ ചെക്ക് ചെയ്യുക. ട്രൂ എപ്പോഴാവുക, ഇൻഡിവിജ്വൽ വാല്യൂ 1 എന്ത് ചെയ്യുന്നു രണ്ടാമത്തെ വാല്യൂവിനെക്കാട്ടിലും കൂടുതലോ അല്ലെങ്കിൽ ഈക്വൽ ആകുന്ന സമയത്ത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് എന്ത് ചെയ്യും നമ്മൾ -ge ഉപയോഗിക്കുന്നത്. ഗ്രേറ്റർ ദാൻ നമ്മൾ ഉപയോഗിക്കുക -gt ആണ്. ഇപ്പം 2 ഗ്രേറ്റർ ദാൻ 3 എന്നുള്ള രീതിയിൽ ഗ്രേറ്റർ ദാൻ നമ്മൾ എന്ത് ചെയ്യും -2 -gt 3 എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. സോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോ സിമ്പിൾസും കാര്യങ്ങളുമാണ്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന് എന്താ -le, ലെസ് ദാനിന് -lt, അതേപോലെ തന്നെ നോട്ട് ഈക്വൽ ടുവിന് -ne. സോ നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോന്നും ഷെല്ലിൽ ഇങ്ങനെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിമ്പിൾസും കാര്യങ്ങളും ആ രണ്ട് ഇൻഡിജേഴ്സ് വാല്യൂസിൻ്റെ ഇടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈഫൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ എക്സാമ്പിൾ കൊടുത്ത് നോക്കൂ. ഇവിടെ ഉണ്ടോ, ടെസ്റ്റ് 100 -gt 99 and echo yes that is true or echo no that is false. എന്താ പറയുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, 100 ഗ്രേറ്റർ ദാൻ ആണോ ഇതിനെക്കാട്ടിലും, 90-നെക്കാട്ടിലും ഗ്രേറ്റർ ദാൻ ആണോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ആൻഡ് എക്കോ യെസ് എന്ത് ചെയ്യും, എക്കോ ചെയ്യുന്നു. ദാറ്റ് ഈസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ എക്കോ എന്ത് ചെയ്യുന്നു, യെസ് എക്കോ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താണ്, നോ എന്ത് ചെയ്യുന്നു, എക്കോ ചെയ്യുന്നു. ഈ കമാൻഡിൻ്റെ റിസൾട്ട് എന്തായിരിക്കും കിട്ടുക നമുക്ക്, ദിസ് കമാൻഡ് വിൽ പ്രിന്റ് ദ ടെക്സ്റ്റ് യെസ് ദാറ്റ് ഈസ് ട്രൂ എന്ന്, അഥവാ യെസ് ദാറ്റ് ഈസ് ട്രൂ എന്നുള്ളതായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. കാരണം എന്താണ്, ഇത് ട്രൂ ആകുമ്പം ഇതെന്താണ്, ഇത് ട്രൂ ആകുന്നുണ്ടെങ്കിൽ ഇതാണ് ഫസ്റ്റ്, ഇത് ഫാൾസ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലോട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത് ട്രൂ ആയതുകൊണ്ട്, ഈ എക്സ്പ്രഷൻ ട്രൂ ആയതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് ഇത് പ്രിന്റ് ചെയ്യുന്നു, അതർവൈസ് ഇതാണ് പ്രിന്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഇവിടെ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ടെസ്റ്റ് 100 -lt 99 ആൻഡ് എക്കോ യെസ് ഓർ എക്കോ നോ എന്നുള്ളതാണ്. ഇത് ഈ ഒരു കണ്ടീഷൻ എന്താണ്, -100 ലെസ് ദാൻ 99 ആണോ, അല്ല. അതുകൊണ്ട് തന്നെ എക്കോ യെസ് ആണോ പ്രിന്റ് ചെയ്യുക, എക്കോ നോ ആണോ പ്രിന്റ് ചെയ്യുക, എക്കോ നോ ആണ്, എക്കോ നോ ആണ് പ്രിന്റ് ചെയ്യുക. സോ ദിസ് കമാൻഡ് വിൽ പ്രിന്റ് ടെക്സ്റ്റ് നോ എന്നാണ് പ്രിന്റ് ചെയ്യുക. ഓക്കെ, കാരണം അറിയാലോ 100 90-നെക്കാട്ടിലും ചെറുതല്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.